ഹലോ, ഹൗ ആർ യു? ഇന്ന് എടുക്കാൻ പോണത് 5th സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ രാഖ് കി രസ്സി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ലോൻപോഗാർ तिब्बत के 32वें राजा सोन गवैसन गाम्बों के मंत्री थे. वे अपनी चालाकी और हासिर जवाबी के लिए दूर दूर तक मशहूर थे. कोई उनके सामने टिकता न था. चैन से जिंदगी चल रही थी, मगर जब से उनका बेटा बड़ा हुआ था, उनके लिए चिंता का विषय बना हुआ था. कारण यह था कि वह बहुत भोला था. होशियारी उसे छू कर भी नहीं गई थी. लोनपोगार ने सोचा, मेरे बेटा बहुत सीधा साधा है, मेरे बाद इसका काम कैसे चलेगा. ലോൻപോഗാർ തിബത്ത് കെ 32वें രാജാ സൗന ഗവൈസൻ ഗാംബോങ്കെ മന്ത്രി തെ. അങ്ങനെ പറഞ്ഞാൽ ലോൻപോഗാർ തിബത്തിലെ 32ാമത്തെ രാജാവ് സോൻ ഗവൈസൻ ഗാംബോങ്കെ മന്ത്രി തെ. സോൻ ഗവൈസൻ ഗാംബോങ് എന്ന് പറയുന്ന 32ാമത്തെ രാജാവിൻ്റെ മന്ത്രിയായിരുന്നു ലോൻപോഗാർ. वे अपनी चालाकी और हासिर जवाबी के लिए दूर दूर तक मशहूर थे. അദ്ദേഹത്തിൻ്റെ ചാലാക്കി എന്ന് പറഞ്ഞാൽ സാമർത്ഥ്യവും ഹാസിർ ജവാബി പെട്ടെന്ന് ഉത്തരം പറയുന്ന സ്വഭാവം, ഹാസിർ ജവാബി കേലിയെ അതുകൊണ്ടും ദൂർ ദൂർ തക്ക് മഷ്ഹൂർ തെ, വളരെ ദൂര നാടുകളിൽ വരെ മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ പ്രശസ്തനായിരുന്നു. കോയി ഉൻകെ സാമനെ ടിക്ത ന ത, അദ്ദേഹത്തിൻ്റെ മുന്നിൽ ആരും ജയിക്കുമായിരുന്നില്ല. ചേൻസെ സിന്ദഗി ചൽ രഹി തി, അതായത് ചേൻസെ എന്ന് പറഞ്ഞാൽ പീസ്ഫുള്ളി, സമാധാനത്തോടെ ജീവിതം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സിന്ദഗി എന്ന് പറഞ്ഞാൽ ജീവിതം. മഗർ ജബ് ഉസെ ഉൻക ബേട്ട ബഡാ ഹുവാ ത, പക്ഷേ, മഗർ എന്ന് പറഞ്ഞാൽ പക്ഷേ, ജബ് ഉസെ എപ്പോൾ അദ്ദേഹത്തിൻ്റെ, ഉൻക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ, ബേട്ട മകൻ വലുതായോ, ബഡാ ഹുവാത്ത എന്ന് പറഞ്ഞാൽ വലുതായോ, ഉൻകെ ലിയെ ചിന്താ കാ വിഷയ് ബനാ ഹുവാത്ത, എപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വലുതായോ അപ്പോൾ മുതൽ അദ്ദേഹത്തിന് ഭയങ്കര ചിന്തയായിരുന്നു, ആ കുട്ടിയെപ്പറ്റി ഒരു ഉത്കണ്ഠയായിരുന്നു എപ്പോഴും. എന്താണ് കാരണം? ചിന്താ കാ വിഷയ് ബനാ ഹുവാത്ത, കാരൺ യേ താക്കി വ ബഹുത്ത് ബോലാത്ത, എന്തായിരുന്നു കാരണം? അവൻ വളരെ ബോല എന്ന് പറഞ്ഞാൽ ഇന്നസെൻറ്റ്, ഭയങ്കര നിഷ്കളങ്കനായിരുന്നു. ഈ ലോകത്തെ കാപട്യത്തെ പറ്റിയും ഒന്നും അറിയാത്ത ഒരു നിഷ്കളങ്കൻ, അതായത് ഒരു സാമർത്ഥ്യം അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ബോല ആയിരുന്നു. ഹോഷിയാരി ഉസെ ചൂക്കർ ബി നെഹി ഗയി. ഹോഷിയാരി എന്ന് പറഞ്ഞാൽ സാമർത്ഥ്യം, അവനെ തൊട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല, അതായത് അവൻ തീരെ ഒരു സാമർത്ഥ്യം ഇല്ലാത്ത ഒരു നിഷ്കളങ്കനായിരുന്നു എന്ന്. ലോൻപോഗാറിനെ സോച്ച, ലോൻപോഗാർ വിചാരിച്ചു, മേരെ ബേട്ട ബഹുത്ത് സീതാ സാദാ ഹെ, എൻ്റെ മകൻ വളരെ നിഷ്കളങ്കനാണ്. സീതാ സാദാ എന്ന് പറഞ്ഞാൽ ഭയങ്കര മര്യാദ, നേരെ വാ നേരെ പോ, അങ്ങനെയുള്ള ആളുകളെയാണ് സീതാ സാദാ എന്ന് പറയാം. ബഹുത്ത് സീതാ സാദാ ഹെ, മേരെ ബാദ് ഇസ്കാ കാം കൈസെ ചലേഗ, എനിക്ക് ശേഷം, മേരെ ബാദ് എന്ന് പറഞ്ഞാൽ എനിക്ക് ശേഷം, ഇസ്കാ കാം ഇവൻ്റെ കാര്യം എങ്ങനെയാണ് നടക്കുക, കൈസെ ചലേഗ എങ്ങനെയാണ് നടക്കുക. एक दिन लोनपोगार ने अपने बेटे को 100 भेड़ों देते हुए कहा, तुम इन्हें लेकर शहर जाओ, मगर इन्हें मारना या बेचना नहीं. इन्हें वापस लाना 100 जौ के बोरों के साथ, वरना मैं तुम्हें घर में नहीं घुसने दूंगा. इसके बाद उन्होंने बेटे को शहर की तरफ रवाना किया. അപ്പോൾ ഒരു ദിവസം, ഏക് ദിൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, ലോൻപോഗാറിനെ അപ്നെ ബേട്ടേക്കോ 100 ബേഡോ ദേത്തെ ഹുയെ കഹ, ലോൻപോഗാർ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മകന് 100 എന്ന് പറഞ്ഞാൽ 100 ഷീപ്സ്, ബേഡോ എന്ന് പറഞ്ഞാൽ ഷീപ്സിനെ ദേത്തെ ഹുയെ കഹ, ദേത്തെ ഹുയെ എന്ന് പറഞ്ഞാൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, കഹ തുമേ
तुम इन्हें लेकर शहर जाओ मगर ഇനെ മാർന യാ ബേച്ന നഹി. നീ ഇതിനെ ഈ ഷീപ്സിനെയും കൊണ്ട് ലേക്കർ എന്ന് പറഞ്ഞാൽ ഇതിനെയും കൊണ്ട് ഷെഹർ ജാവോ പട്ടണത്തിൽ സിറ്റിയിലേക്ക് പോവൂ. ജാവോ എന്ന് പറഞ്ഞാൽ പോവൂ. മഗർ ഇനെ മാർന യാ ബേച്ന നഹി. മഗർ എന്ന് പറഞ്ഞാൽ പക്ഷേ ഇതിനെ ഇനെ മാർന മാർന എന്ന് പറഞ്ഞാൽ കൊല്ലുക അല്ലെങ്കിൽ അടിക്കുക കൊല്ലുക. യാ ബേച്ന നഹി കൊല്ലാനും വിൽക്കാനും പാടില്ല. ബേച്ന എന്ന് പറഞ്ഞാൽ ടു സെൽ വിൽക്കുക. അത് രണ്ടും ചെയ്യരുത്. ഇനെ വാപ്പസ് ലാന സൗ ജോക്കെ ബോറോക്കെ സാത്ത്. പക്ഷേ ഇതിനെ തിരിച്ചു കൊണ്ടുവരികയും വേണം. നീ വാപ്പസ് ലാന എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാം. എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരേണ്ടത്? സൗ ജോക്കെ ബോറോക്കെ സാത്ത്. സൗ എന്ന് പറഞ്ഞാൽ 100, ജൗ എന്ന് പറഞ്ഞാൽ ബാർലി ധാന്യം പോലെയുള്ള ഒരു ഗ്രെയിൻസ് ബാർലി. ബോറോക്കെ സാത്ത്. ബോറോ എന്ന് പറഞ്ഞാൽ ചാക്ക്. അപ്പോൾ 100 ബാർലിയുടെ ചാക്കുമായിട്ട് നീ തിരിച്ചു വരണം. ഇതിനെ കൊല്ലാനും പാടില്ല വിൽക്കാനും പാടില്ല. 100 ബാർലിയുടെ ചാക്കുമായിട്ട് തിരിച്ചു വരികയും വേണം. വർണ്ണ മേ തുമേ ഗർമേ നെഹി ഗുസ്നെ ദൂങ്ക. വർണ്ണ എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ, ഇങ്ങനെ വന്നില്ലെങ്കിൽ തുമേ ഗർമേ നെഹി നിന്നെ വീട്ടിനുള്ളിലേക്ക് ഞാൻ കയറ്റില്ല. ഗുസ്നെ ദൂങ്ക എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് കയറാൻ സമ്മതിക്കില്ല. ഇസ്കെ ബാദ് ഉനോനെ ബേട്ടേക്കോ ഷഹർ കി തരഫ് റവാന കിയ. ഇതിന് ശേഷം ഇസ്കെ ബാദ് എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം ഉനോനെ അദ്ദേഹം ബേട്ടേക്കോ മകനെ ഷഹർ കി തരഫ് ഷഹറിൻ്റെ നേരെ, ഷഹർ കി തരഫ് എന്ന് പറഞ്ഞാൽ ഷഹറിൻ്റെ നേരെ റവാന കിയ അയച്ചു, ഷഹറിലേക്ക് അയച്ചു. നെക്സ്റ്റ് പേര ലോൻപോഗാർ കാ ബേട്ട ഷഹർ പഹുഞ്ച് ഗയ. അപ്പോൾ ലോൻപോഗാറിൻ്റെ മകൻ ഷെഹർ പഹുഞ്ച് ഗയ എന്ന് പറഞ്ഞാൽ എത്തി, ഷെഹറിൽ പട്ടണത്തിൽ സിറ്റിയിൽ എത്തി. മഗർ ഇത്തനെ ബോരെ ജാओ ഖരീദനെ കെ ലിയെ ഉസ്കെ പാസ് रुपये ही कहाँ थे. मगर इतने बोरे जाओ ഖരീദനെ के लिए उसके पास रुपये ही कहाँ थे എന്ന് പറഞ്ഞാൽ മഗർ പക്ഷേ ഇത്തിനെ ബോരെ ജൗ ഇത്രയും ബാർലി വാങ്ങാനുള്ള, ഖരീദിനെ എന്ന് പറഞ്ഞാൽ വാങ്ങാനുള്ള, ഖരീദിനെ കേലിയെ എന്ന് പറഞ്ഞാൽ വാങ്ങാനുള്ള, ഉസ്കെ പാസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് റുപേ ഹി കഹാത്തെ പൈസ എവിടെ നിന്നാണുള്ളത്? പൈസ ഇല്ലല്ലോ കയ്യിൽ ഇത്രയും സാധനം വാങ്ങാൻ. वो इस समस्या पर सोचने विचारने के लिए सड़क किनारे बैठ गया. അങ്ങനെ അദ്ദേഹം ഈ ചിന്തയുമായിട്ട്, സമസ്യ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ചിന്തയായിട്ട് സോച്ചിനെ വിചാരണെ അതിനെപ്പറ്റി തിങ്ക് ചെയ്യാൻ വേണ്ടി സടക്ക് റോഡിന് അരികിലുള്ള, കിനാരെ എന്ന് പറഞ്ഞാൽ അരികിലുള്ള സ്ഥലത്ത് ബേട്ടുകയ. അപ്പോൾ അവിടെ ഇങ്ങനെ ആലോചിച്ച് ഇരുന്നു. മഗർ കോയി ഹൽ ഉസ്കി സമജ് മേ ഹി നെഹി ആ രഹാ താ. പക്ഷേ കോയി ഹൽ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനും ഒരു പ്രശ്ന പരിഹാരവും അദ്ദേഹത്തിൻ്റെ സമജ്മേ മനസ്സിൽ വരുന്നുണ്ടായിരുന്നില്ല. നെഹി ആ രഹാ താ വരുന്നുണ്ടായിരുന്നില്ല. ഓ ബഹുത്ത് ദുഃഖിത അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു. തബി ഏക് ലഡ്കി ഉസ്കെ സാമനെ ആ ഖടി ഹുയി. അപ്പോൾ തന്നെ തബി എന്ന് പറഞ്ഞാൽ അപ്പോൾ, ഒരു പെൺകുട്ടി, ഏക് ലഡ്കി ഉസ്കെ സാമനെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ, ആ ഖടി ഹുയി വന്നിട്ട് നിന്നു. ഖടി ഹുയി എന്ന് പറഞ്ഞാൽ നിന്നു. ക്യാ ബാത് ഹേ തും ഇത്നെ ദുഃഖി ക്യോം ഹോ. അപ്പോൾ അവൾ ചോദിച്ചു, ക്യാ ബാത് ഹേ എന്താണ് പ്രശ്നം? തും ഇത്നെ ദുഃഖി ക്യോം ഹോ നിങ്ങൾ ഇത്രയും ദുഃഖിതനായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ലോൻപോഗാർ കെ ബേട്ടെ നെ അപ്നാ ഹാൽ കഹ സുനായ. അപ്പോൾ ലോൻപോഗാറിൻ്റെ മകൻ അവളോട് അദ്ദേഹത്തിൻ്റെ ഹൽ എന്ന് പറഞ്ഞാൽ അവസ്ഥ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തു. കഹ് സുനായ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുത്തു. ഇസ്മേ ഇത്ന ദുഃഖി ഹോനേക്ക് കോയി ബാത് നെഹി. ഇതിൽ ഇത്രയും ദുഃഖിക്കാനൊന്നും ഇല്ല, അവൾ പറഞ്ഞു. മേ ഇസ്കാ ഹൽ നിക്കാൽ ദേത്തി ഹൂ. ഞാൻ ഇതിനുള്ള പരിഹാരം, ഹൽ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ, ഞാൻ പരിഹാരം കാണിച്ചു തരാം. നിക്കാൽ ദേത്തി ഹൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരാം. ഇത്തിന കഹക്കർ ലഡ്ക്കീനെ ബേഡോങ്കെ. ഇത്രയും പറഞ്ഞിട്ട് ലഡ്ക്കി ബേഡോങ്കെ എന്ന് പറഞ്ഞാൽ ഷീപ്പിൻ്റെ
ബാൽ ഉത്തർനെ ഓർ ഉനെ ബാസാർ മേ ബേച്ച് ദിയ. എന്നിട്ട് എന്താ ചെയ്തത്? ഷീപ്പിൻ്റെ ബാൽ എന്ന് പറഞ്ഞാൽ മുടി, അതിൻ്റെ രോമമൊക്കെ ഉത്താരെ, അതെല്ലാം എടുത്തിട്ട് ഉനെ ബാസാർ മേ ബേച്ച് ദിയ. എന്നിട്ട് എന്ത് ചെയ്തു? ബാസാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ചന്തയിൽ വിറ്റു. ബേച്ച് ദിയ എന്ന് പറഞ്ഞാൽ വിറ്റു. ജോ റുപയെ മിലെ उनसे जौ के 100 बोरे खरीद कर उसे घर वापस बेच दिया. എന്നിട്ട് ആ പണം എന്ത് ചെയ്തു? ജോ റുപ്പയെ മിലെ, എത്ര പൈസ കിട്ടി? ഉൻസെ ജോക്കെ, അതുകൊണ്ട്, ഉൻസെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, ആ പൈസ കൊണ്ട് 100 ജോക്കെ 100 ബോരെ ഖരീദ് കർ. അപ്പോൾ എന്താ മേടിച്ചത്? 100 ചാക്ക് ബാർലി മേടിച്ചു. ഖരീദ് കർ എന്ന് പറഞ്ഞാൽ മേടിച്ചു. ഉസേ ഘർ വാപ്പസ് ബേച്ച് ദിയ. എന്നിട്ട് അവനെ വീട്ടിലേക്ക് വാപ്പസ് ബേച്ച് ദിയ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു വിട്ടു ആ പെൺകുട്ടി. ലോൻപോഗാർ കെ ബേട്ടെ കോ ലഗാ കി ഉസ്കെ പിതാ ബഹുത്ത് ഖുഷ് ഹോങ്കെ. അപ്പോൾ ലോൻപോഗാറിൻ്റെ മകൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും അച്ഛന് നല്ല സന്തോഷമാവും എന്ന് വിചാരിച്ചു. മഗർ ഉസ്കി ആബീതി പർ ഉനോനെ ധ്യാൻ നഹി ദിയ. പക്ഷേ മഗർ എന്ന് പറഞ്ഞാൽ പക്ഷേ ഉസ്കി ആബീതി പർ ഉനോനെ ധ്യാൻ നഹി ദിയ. പക്ഷേ അവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചതേയില്ല. അവൻ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അതുപോലെ വന്ന് അച്ഛനോട് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ആബീതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉനോനെ ധ്യാൻ നഹി ദിയ. ധ്യാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ, പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചില്ല. വേ ഉഡ്കർ കമറേസെ ബാഹർ ചലേ ഗയേ. അദ്ദേഹം എണീറ്റിട്ട് കമറേസെ ബാഹർ, മുറിക്ക് പുറത്തേക്ക് പോവുകയും ചെയ്തു. ദൂസരേ ദിൻ ഉനോനെ അപ്നെ ബേട്ടെ കോ ബുലാക്കർ കഹ. അടുത്ത ദിവസം അദ്ദേഹം മകനെ വിളിച്ചിട്ട് പറഞ്ഞു, पिछली बार भेड़ों के बाल उतारकर बेचना मुझे ज़रा भी पसंद नहीं आया. പിച്ചിലി ബാർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നീ ബേഡോക്കെ ബാൽ ഉതാർക്കർ, ഷീപ്പിൻ്റെ രോമം വിറ്റിട്ട് പൈസ ഉണ്ടാക്കിയത് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. മുझे ज़रा भी पसंद नहीं आया. अब तुम दोबारा ഉനീം ബേഡോക്കോ ലേക്കർ ജാവോ. ഇനി നീ ഒന്നും കൂടി, ദുബാര എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി നീ ആ ഷീപ്സിനെയും കൊണ്ടുപോവൂ. ലേക്കർ ജാവോ, കൊണ്ടുപോവൂ. ഉൻകെ സാത്ത് ജൗക്കെ 100 ബോരെ ലേക്കർ ഹി ലൗട്ട്ന. അതിൻ്റെ കൂടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ 100 ബാർലിയുടെ ചാക്കുമായിട്ട് തന്നെ തിരിച്ചു വരണം എന്ന് പറഞ്ഞു. एक बार फिर निराश लोनपोगार का बेटा शहर में उसी जगह जा बैठा. ഒരു പ്രാവശ്യം കൂടി, ഏക് ബാർ ഫിർ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി, നിരാശ് ലോൻപോഗാർ കാ ബേട്ട, ലോൻപോഗാറിൻ്റെ നിരാശനായ മകൻ ഷെഹർ മേ, പട്ടണത്തിൽ, ഉസി ജഗ ജാ ബൈട്ട, അതേ സ്ഥലത്ത്, ജഗഹ് എന്ന് പറഞ്ഞാൽ പ്ലേസ്, അതേ സ്ഥലം, അവിടെ പോയിട്ട് ജാ ബൈട്ട, അവിടെ ഇരുന്നു. ന ജാനെ ക്യോം उसे यकीन था कि वह लड़की उसकी मदद के लिए ज़रूर आएगी. അപ്പോൾ എന്തായാലും അവനറിയാമായിരുന്നു. നജാനെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ ക്യോം ഉസെ യക്കീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായിരുന്നു. ഉറപ്പായിട്ടും ആ ലടുക്കി വന്ന് അവനെ സഹായിക്കുമെന്നൊരു പ്രതീക്ഷ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ലടുക്കി ഉസ്കി മദത് കേലിയെ, മദത്ത് എന്ന് പറഞ്ഞാൽ സഹായം, അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സെറൂർ ആയേഗി, എന്തായാലും വരും, തീർച്ചയായിട്ടും വരും. ഓർ ഹുവാ ബി കുച്ച് ഐസാഹി. അപ്പോൾ നടന്നതും അങ്ങനെ തന്നെ ആയിരുന്നു. ഹുവാ ബി കുച്ച് ഐസാഹി. വോ ലടുക്കി ആയി, ആ പെൺകുട്ടി വന്നു. ഉസ്നെ അപ്നി മുഷ്കിൽ കഹ് സുനായി. അപ്പോൾ അവൻ അവളോട് അവൻ്റെ മുഷ്കിൽ കഹ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആ കഥ പറഞ്ഞു കേൾപ്പിച്ചു. അബ് തോ ബിനാ ജൗക്കെ സൗ ബോരോക്കെ മേരെ പിതാ മുझे घर में नहीं घुसने देंगे. ഇനിയിപ്പോൾ 100 ബാർലി ചാക്കുകളില്ലാതെ എൻ്റെ അച്ഛൻ എൻ്റെ വീട്ടിൽ എന്നെ കയറ്റത്തില്ല.
അവൻ പറഞ്ഞു. ലഡ്കി സോച്ച് കർ ബോലി. അപ്പോൾ ലഡ്കി ഒന്ന് ആലോചിച്ചുകൊണ്ട്, പെൺകുട്ടി അവളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, സോച്ച് കർ ബോലി, ഏക് തരീക്ക ഹെ. ഏക് തരീക്ക എന്ന് പറഞ്ഞാൽ ഒരു വഴിയുണ്ട്, ഒരു ഐഡിയ ഉണ്ട്. ഏക് തരീക്ക ഹെ. ഉസ്നെ ബേഡോ കെ സീങ്ക് കാട്ട് ലിയേ. അപ്പോൾ അവൾ എന്ത് ചെയ്തു? ബേഡ് ഷീപ്പിൻ്റെ കൊമ്പ്, സീങ്ക് എന്ന് പറഞ്ഞാൽ കൊമ്പ്, കാട്ടിലിയെ മുറിച്ചു. കാട്ടിലിയെ എന്നാൽ മുറിക്കാം. ഉനെ ബേച്ച്കർ ജോ റുപേ മിലെ ഉൻസെ 100 ബോരെ ജോ ഖരീദെ. അപ്പോൾ അത് വിറ്റിട്ട് 100 ചാക്ക് ബാർലി ഖരീദെ മേടിച്ചു. बोरे ലോൻപോകാർ കെ ബേട്ടേക്കോ സോംപ്കർ ലഡ്കീനെ ഉസേ ഘർ ഭേജ് ദിയ. അപ്പോൾ ഈ ബാർലിയൊക്കെ ലോൻപോകാറിൻ്റെ മകന് സോംപ്കർ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ട് ലഡ്കീനെ ഉസേ ഘർ ഭേജ് ദിയ, പെൺകുട്ടി അവനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഭേജ് ദിയ എന്ന് പറഞ്ഞാൽ പറഞ്ഞയച്ചു. പേടോം ഓർ ജോക്കെ ബോരെ പിതാക്കെ ഹവാലെ കർത്തെ ഹുവേ ലോൻപോകാർ കാ ബേട്ട കുഷ്ത. അപ്പോൾ ഷീപ്സിനെയും ഈ ബാർലി ചാക്കുകളെയും അച്ഛൻ്റെ അടുത്ത് ഹവാലെ കർത്തെ ഹുവേ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തപ്പോൾ ലോൻപോകാർ കാ ബേട്ട ഖുഷ്ത. അപ്പോൾ അവൻ്റെ ലോൻപോകാറിൻ്റെ മകൻ നല്ല സന്തോഷത്തിലായിരുന്നു. ഉസ്നെ വിജയി ഭാവ്സെ സാരി കഹാനി സുനായി. അവൻ ഒരു വിജയിയുടെ ഭാവത്തോടെ എല്ലാ കഥകളും, സാരി കഹാനി എന്ന് പറഞ്ഞാൽ എല്ലാ കഥകളും പറഞ്ഞു കേൾപ്പിച്ചു അച്ഛനെ. കഹ് സുനായി എന്ന് പറഞ്ഞാൽ പറഞ്ഞു കേൾപ്പിച്ചു. സുൻകർ ലോൻപോകാർ ബോലെ. അപ്പോൾ കേട്ടിട്ട്, സുൻകർ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട്, ലോൻപോകാരൻ പറഞ്ഞു, ലോൻപോകാർ പറഞ്ഞു, ഉസ് ലഡ്കി സെ കഹോ കി ഹമേ 9 ഹാത്ത് ലംബി രാഖ് കി രസ്സി ബനാക്കർ ദോ. അപ്പോൾ ലോൻപോകാർ മകനോട് പറഞ്ഞു, നീ ആ പെൺകുട്ടിയോട് പറയൂ. ലഡ്കി സെ കഹോ എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയോട് പറയൂ, ഹമേ എനിക്ക് 9 ഹാത്ത് ലംബി 9 കൈകൾ നീളമുള്ള, 9 കൈകളുടെ നീളമുള്ള രാഖ് കി രസ്സി. രാഖ് എന്ന് പറഞ്ഞാൽ ആഷ്, ചാരം, ചാരത്തിൻ്റെ രസ്സി എന്ന് പറഞ്ഞാൽ കയറ്, റോപ്പ്. ചാരത്തിൻ്റെ കയറ്, 9 കൈ നീളമുള്ള ചാരത്തിൻ്റെ കയറ് ഉണ്ടാക്കിത്തരാൻ. ബനാക്കർ ദേ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിത്തരാൻ. അപ്പോൾ അവളോട് അങ്ങനെ പറയാൻ പറഞ്ഞു. उनके बेटे ने लड़की के पास जाकर पिता का संदेश दोहरा दिया. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് അച്ഛൻ പറഞ്ഞ ഈ കാര്യം പറഞ്ഞു. ദോഹരാ ദിയ എന്ന് പറഞ്ഞാൽ പറഞ്ഞു, റിപ്പീറ്റ് ചെയ്തു, ഒന്ന് പറഞ്ഞു കൊടുത്തു. ലഡ്കീനെ ഏക്ക് ഷർത്ത് രക്കി. അപ്പോൾ ലഡ്കി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു, ഒരു കണ്ടീഷൻ വെച്ചു. ഷർത്ത് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ. മേ രസ്സി ബനാത്തോ ദൂങ്കി. ഞാൻ കയറ് ഉണ്ടാക്കിയൊക്കെ തരാം. ബനാത്തോ ദൂങ്കി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയൊക്കെ തരാം. മഗർ തുമാരെ പിതാക്കോ വ ഗലേമേ പഹന്നി ഹോഗി. പക്ഷേ നിൻ്റെ പിതാവിന്, നിൻ്റെ അച്ഛന് അത് ഞാൻ ഉണ്ടാക്കുന്ന ആ കയറ് കഴുത്തിൽ വിയർ ചെയ്യണം. പഹന്നി ഹോഗി എന്ന് പറഞ്ഞാൽ അത് വിയർ ചെയ്യണം, അത് ധരിക്കണം, കഴുത്തിൽ ധരിക്കണം. ആ കയറ്, രാക്ക്, ചാരം കൊണ്ടുണ്ടാക്കുന്ന കയറ് നിൻ്റെ അച്ഛൻ കഴുത്തിൽ ഇടണം. അങ്ങനെ പറഞ്ഞു. ആ ഒരു കണ്ടീഷൻ വെച്ചു ആ പെൺകുട്ടി. ലോൻപോകാറിനെ സോച്ച ഏസി രസ്സി ബനാന ഹി അസംഭവ് ഹെ. അപ്പോൾ ലോൻപോകാർ എന്താ വിചാരിച്ചത്, അങ്ങനത്തെ ഒരു കയറ് ഉണ്ടാക്കാൻ തന്നെ പറ്റില്ലല്ലോ, അങ്ങനത്തെ ആഷിനെ കൊണ്ടൊരു കയറുണ്ടാക്കാൻ പറ്റില്ലല്ലോ. രസ്സി ബന്നാഹി അസംഭവ് ഹെ, അത് സംഭവിക്കാനേ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് അയാൾ പറഞ്ഞത്. ഇസ്ലിയെ ലഡ്കി കി ഷർത്ത് മൻസൂർ കർലി. ഇത് അതുകൊണ്ട് ഇസ്ലിയെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, ആ പെൺകുട്ടിയുടെ കണ്ടീഷൻ അയാൾ മൻസൂർ കർലി എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു, ആ കണ്ടീഷൻ സമ്മതിച്ചു. അഗ്ലേ ദിൻ ലഡ്കിനെ 9 ഹാത്ത് ലംബി, 9 കൈ നീളമുള്ള കയറ് എടുത്തു. പിറ്റേത്തെ ദിവസം ഉസേ പത്തർ കെ സിൽ പർ രക്ക, അത് കല്ലിൻ്റെ പുറത്ത് വെച്ചു. പർ രക്ക എന്ന് പറഞ്ഞാൽ പുറത്ത് വെച്ചു. ഓർ ജലാ ദിയ, എന്നിട്ട് കത്തിക്കാൻ തുടങ്ങി, എന്നിട്ട് അത് കത്തിച്ചു. രസ്സി ജൽ ഗയി, അപ്പോൾ കയറ് കത്താൻ തുടങ്ങി. മഗർ രസ്സി കെ ആകാർ കി രാക്ക് ബച്ച് ഗയി. അപ്പോൾ അതിന് ശേഷം എന്താ ഉണ്ടാവുക, ആ കയറിൻ്റെ ഷേപ്പിൽ ചാരം അവിടെ തന്നെ കിടക്കും അല്ലേ.
ഇങ്ങനെ നീളത്തിൽ കയറ് അത്രയും നീളത്തിൽ വെച്ചിട്ട് ആ കയറ് കത്തിച്ചപ്പോൾ അത്രയും നീളത്തിൽ രാക്ക് ചാരത്തിൻ്റെ കയർ അവിടെ ബാക്കിയായി, ചാരം അവിടെ ബാക്കിയായി. മഗർ രസി കെ ആകാർ കി രാക്ക് ബച്ച് ഗയി. പക്ഷേ കയറിൻ്റെ ആകാര് ഷേപ്പിലുള്ള ചാരം അവിടെ ഉണ്ടായി കത്തി കഴിഞ്ഞിട്ട്. ഇസേ വ സിൽ സമേത് ലോൻപോഗാർ കെ പാസ് ലേ ഗയി. എന്നിട്ട് ആ കല്ലുമായിട്ട്, സിൽ എന്ന് പറഞ്ഞാൽ കല്ല്, ആ കല്ലുമായിട്ട് ലോൻപോഗാറിൻ്റെ അടുത്തേക്ക് പോയി. ഓർ ഉൻസെ പെഹന്നെ കേലിയെ കഹ. എന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിനോട് അത് ധരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതായത് ആ കയറ് കഴുത്തിൽ ഇടാനല്ലേ പറഞ്ഞത്, അപ്പോൾ അത് ധരിച്ചോളാൻ പറഞ്ഞു ആ പെൺകുട്ടി. ലോൻപോഗാർ രസി ദേക്കർ ചകിത് രഹഗയെ. ലോൻപോഗാർ കയറ് കണ്ടപ്പോൾ ഭയങ്കര ആശ്ചര്യം തോന്നി, ചകിത് രഹഗയെ. വേ ജാൻതേ തേ കി രാഖ് കി രസി കോ ഗലെ മേ പഹന്ന തോ ദൂർ ഉഡാന ബി മുഷ്കിൽ ഹെ. അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ജാൻതേ തേ എന്ന് പറഞ്ഞാൽ അറിയാമായിരുന്നു, കി രാഖ് കി രസി കയറിൻ്റെ ചാരം കൊണ്ടുള്ള കയറ് കഴുത്തിലിടാൻ പോയിട്ട് തൊടാൻ പോലും ഇങ്ങനെ എടുക്കാൻ പോലും പ്രയാസമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. രസിക്കോ ഗലേമേ പെഹന്നാത്തോ ദൂർ ഉഡ്നാ ബി മുഷ്കിൽ ഹെ. ഹാത്ത് ലഗാത്തെ ഹി വ ടൂട്ട് ജായേഗി. കൈകൊണ്ട് തൊടുമ്പം തന്നെ അത് പൊട്ടിപ്പോകും. ലഡ്കി കി സമജ്ദാരി കെ സാമനെ ഉൻകി അപ്നി ചാലാക്കി ദരി രഹ ഗയി. അപ്പോൾ പെൺകുട്ടിയുടെ സമജ്ദാരി എന്ന് പറഞ്ഞാൽ അവളുടെ ബുദ്ധിസാമർഥ്യത്തിൻ്റെ മുന്നിൽ, കെ സാമനെ എന്ന് പറഞ്ഞാൽ മുന്നിൽ, അദ്ദേഹത്തിൻ്റെ അപ്നി ചാലാക്കി ദരി രഹ ഗയി. അദ്ദേഹത്തിൻ്റെ സാമർഥ്യം നിന്നുപോയി, അത് ഇല്ലാതെ ആയിപ്പോയി. ദരി രഹ ഗയി. ബിന വക്ത് ഗവായെ ലോൻപോഗാർ ने अपने बेटे की शादी का പ്രസ്താവ് ലഡ്കിക്ക് സാമനെ രഖ് ദിയ. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ബിനാ വക്ത് ഗവായെ, ഒരു നിമിഷം പോലും ഒഴിവാക്കാതെ അടുത്ത സമയം തന്നെ ലോൻപോഗാർ അദ്ദേഹത്തിൻ്റെ മകനെ, ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ, ഷാദി കാ പ്രസ്താവ് ലഡ്കിക്ക് സാമനെ രഖ് ദിയ, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയോട് അദ്ദേഹം ചോദിച്ചു. ധൂം ധാം സെ ഉൻ ദോനോ കി ഷാദി ഹോ ഗയി. ധൂം ധാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഖേമത്തോടെ ഉൻ ദോനോ കി ഷാദി ഹോ ഗയി, അവർ രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിലെ കഥ. എങ്ങനെയുണ്ട് സ്റ്റോറി? നല്ല ബുദ്ധിമതിയായ ഒരു പെൺകുട്ടിയുടെ കഥയാണ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്